എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം. കുറച്ച് ഫ്രൂട്ട്സ് മാത്രമൊക്കെ ഉപയോഗിച്ച് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പകുതി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, നന്നായി പഴുത്ത് നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു പേരക്ക എടുത്തിട്ടുണ്ട്, ഒരു 2 പോമോഗ്രനേറ്റ്. ഇത്രയും ഫ്രൂട്ട്സാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അടുത്തുള്ള ഫ്രൂട്ട്സ് അനുസരിച്ച് ഇതിലേക്ക് എടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ആപ്പിൾ ഇടണമെങ്കിൽ ഇടാം, അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടൊക്കെ ഏതാണോ കയ്യിലുള്ളത് അത് ചേർക്കാം. പക്ഷേ ഈ ഒരു 3 ഫ്രൂട്ട് വെച്ചിട്ടുള്ള കോംബോ എനിക്ക് നന്നായി തോന്നിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനുണ്ടല്ലോ ഈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് നട്ട്സും സീഡ്സുമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇതുപോലെ സീഡ്സ് ഇടാം. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് പംകിൻ സീഡ്സും മെലൺ സീഡ്സുമാണ്. ഇതിങ്ങനെ ഡ്രൈ ആയി കിട്ടുന്ന നമ്മൾ ഓട്സിലൊക്കെ യൂസ് ചെയ്യുന്ന സീഡ്സാണ്. ഇനി നട്ട്സായിട്ട് ഞാൻ ചേർക്കുന്നത് വാൽനട്ടാണ്. അത് ഒരുപാടൊന്നും ചേർക്കേണ്ട, 4-5 എണ്ണം മാത്രമൊക്കെ മതിയാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരം ഏത് സീഡ്സാണോ ഇഷ്ടമുള്ളത് അതിടാം. ഡ്രൈ റൈസിൻസ് ഇടാം, ഉണക്ക മുന്തിരി ഇടാം, അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. ഫ്രൂട്ടിന് ഓൾറെഡി മധുരം ഉണ്ടാവും, പക്ഷേ ആ ഒരു ഹണിയുടെ ഫ്ലേവർ ഈ ഒരു സാലഡിന് നല്ല ടേസ്റ്റ് കൊടുക്കും. ഇനി ഒരു 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള പെപ്പർ, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്ര തന്നെ ഉള്ളൂ. ഈ നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ്, അതായത് ഒലിവ് ഓയിലും പെപ്പറും തേനും കൂടി മിക്സ് ചെയ്ത് ഒരു ഡ്രസ്സിങ് ആയിട്ട് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും ഇതുപോലെ നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്